ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ രേണുസുതിയെക്കുറിച്ചാണ്. രേണുസുതിയുടെ നില വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും കീമോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മുടിയെല്ലാം പൊഴിഞ്ഞു തുടങ്ങിയെന്നാണ് പറയുന്നത്. നമ്മുടെ രേണുസുതിയുടെ സഹോദര സ്ഥാനത്തേക്ക് വന്നിരുന്ന പ്രജീഷ് അതുപോലെ തന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടിരുന്നു. അവൻ രേണുസുതിയെ കാണാൻ പോയ സമയത്ത് പറഞ്ഞ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് നിങ്ങളെക്കൂട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നിയ ഒരു കാര്യം ആണ്. രേണുസുതിയെ കാണാൻ പോയപ്പോൾ രേണു പറഞ്ഞ ചില വാക്കുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാം. ഓക്കെ. രേണുസുതി പ്രജീഷിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തിരിച്ചു വരാൻ എനിക്കിനി സാധിക്കില്ല. എൻ്റെ മുടി പോയി, ആരോഗ്യം പോയി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയാൽ മതി. രേണുസുതിയെ കണ്ട ശേഷം വികാരിതനായ പ്രജീഷ് സത്യം പറയുകയാണെങ്കിൽ പ്രജീഷ് പറയുകയാണ്, സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം ആ ചിരിച്ച് കളിച്ചിരുന്ന രേണുസുതി തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ മുടിയൊക്കെ പൊഴിഞ്ഞു തുടങ്ങിയെന്നാണ് പറയുന്നത്. ഒന്ന് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കില്ല. ഇനി എൻ്റെ മുടി പോയാൽ ആരോഗ്യവും പോയില്ലേ. സത്യം പറയുകയാണെങ്കിൽ ആ വാക്കുകൾ കേട്ടപ്പോൾ എന്തു മറുപടി പറയണമെന്ന് പോലും പ്രജീഷിന് അറിയാത്ത അവസ്ഥയിലായിപ്പോയി. രേണുവിൻ്റെ ആ വാക്കുകൾ അംഗീകരിക്കാൻ തനിക്കാവില്ലെന്നും ഒരു കാലത്ത് വിമർശിച്ചവരും വെറുത്തവരുമായവർ പോലും ഇന്ന് അവരുടെ തിരിച്ചു വരവിനായി പ്രാർത്ഥിക്കുന്നു. നിരവധി ആളുകളുടെ സ്നേഹവും പ്രാർത്ഥനയും രേണുവിനോടൊപ്പമുണ്ടെന്ന്, അത് ധൈര്യമായി മുന്നോട്ട് പോകേണ്ട ശക്തിയാണ് എന്നാണ് പ്രജീഷ് തിരിച്ചു കൊടുത്ത മറുപടി. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കണ്ട നിങ്ങളെ ഇങ്ങനെ കാണാൻ എനിക്ക് കഴിയുന്നില്ല. എല്ലാവരും നിങ്ങളെ തിരികെ കാണാൻ ആഗ്രഹിക്കുന്നു. ആ ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. നല്ലത് മാത്രം നിങ്ങളെ തേടിയെത്തട്ടെ എന്നാണ് പ്രകാശ് തൻ്റെ വികാരഭരിതനായ കുറിപ്പ് അവസാനിപ്പിച്ചത്. പ്രജീഷിൻ്റെ ഈ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ചെയ്യുന്നത്. രേണുസുതിയുടെ ആരോഗ്യത്തിനായി നിരവധി പേരാണ് പ്രാർത്ഥനകളും ആശംസകളും അറിയിച്ച് രംഗത്തെത്തുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് രേണുസുതിയെ കാണുന്നത് എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇന്ന് രേണുവിന് വന്നേ നാളെ നമുക്കും വരാം. കാരണം ഈ ലോകത്ത് ഒട്ടനവധി ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം രേണുവിനെ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പല പോസ്റ്റുകളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കമൻ്റായിട്ട്. ഒരുപാട് ഈ പറയുന്ന നമ്മുടെയൊക്കെ വീടുകളിലും ഇതേപോലെയുള്ള അവസ്ഥകളുണ്ട്. പക്ഷേ രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തി, നമ്മുടെ കലാകാരൻ്റെ സുധിയുടെ വൈഫ്, പിന്നെ അതുമല്ല ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് രേണുവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. രേണുവിനെ അറിയപ്പെടാൻ തുടങ്ങുന്നതും ബിഗ് ബോസിന് ശേഷമാണ്. അപ്പോൾ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മളവരെ ആക്രമിക്കാതിരിക്കുക. ഇപ്പോഴും ഓരോ പോസ്റ്റിൻ്റെ ചുവട്ടിലും നിരവധി ബാഡ് കമൻറ്റുകളാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ക്യാൻസർ പേഷ്യൻറ്റിനും നല്ല സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു.